യൂട്യൂബ് നോക്കി വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ച 18-കാരിക്ക് ദാരുണാന്ത്യം. കണ്ണൂർ കൂത്തുപറമ്പ് മെരുവമ്പായി സ്വദേശി ശ്രീനന്ദയാണ് മരിച്ചത്. വണ്ണം കുറയ്ക്കാൻ പെൺകുട്ടി കഴിച്ചിരുന്നത് കുറവ് ഭക്ഷണം മാത്രമാണ്. യുവതിയുടെ ആമാശയവും അന്നനാളവും ചുരുങ്ങി. മരണം തലശ്ശേരിയിൽ ചികിത്സയിലിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഈ വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. 18 വയസ്സുള്ള ഒരു കുട്ടി യൂട്യൂബ് നോക്കി വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ച് മരിച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ന്യൂസിനകത്തൊക്കെ ഇപ്പം ഇത് ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആ കുട്ടിക്ക് പറ്റിയത്, എവിടെയാണ് ആ കുട്ടിക്ക് മിസ്റ്റേക്ക് പറ്റിയത്? അപ്പം നമ്മളിത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് യൂട്യൂബിൽ ടിപ്സും കാര്യങ്ങളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കുമെന്നാണ് മിക്കുള്ള ആൾക്കാരും ഈ ഒരു വാർത്തയിലൂടെ നമ്മളെ ഭയപ്പെടുത്തുന്നത്. കാരണം യൂട്യൂബ് നോക്കി വണ്ണം കുറച്ച ആൾക്കാരെ പറ്റിയിട്ട് എന്താണ് വീഡിയോ വരാത്തത്? യൂട്യൂബ് നോക്കി വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ച ഒരു പെൺകുട്ടി മരിച്ചപ്പോഴത്തേക്ക് അത് വീഡിയോ ഒരുപാട് ചാനലുകൾ വീഡിയോ ആക്കാൻ ശ്രമിച്ചു. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ അറിവില്ലായ്മയാണ്. കാരണം ടിപ്സ് നമ്മളിപ്പോൾ മിക്കുള്ള സ്ത്രീകളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടക്കുന്നുണ്ട്. അപ്പോൾ പട്ടിണി കടന്ന് വണ്ണം കുറയ്ക്കാൻ ഒരാളും പറയുന്നില്ല. ഒരു യൂട്യൂബ് ചാനലിലും ഒരാളും പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാൻ പറയുന്നില്ല. പട്ടിണി കിടക്കുന്നത് ഹെൽത്തിന് നല്ലതല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. പട്ടിണി കിടന്നുള്ള ഡയറ്റ് നിങ്ങളെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. കൂടുതലും ഇത് അറിവില്ലായ്മ കൊണ്ടാണ് വരുന്നത്. വണ്ണം കുറയ്ക്കുക എന്നൊരു ഉദ്ദേശം, ഒരു തോന്നൽ വരുമ്പോഴത്തേക്കും എല്ലാവരും മനസ്സിലും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സിലേക്ക് വരുന്നത് പട്ടിണി കിടക്കുക അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കഴിച്ച് വണ്ണം കുറയ്ക്കുക. അപ്പം ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത്. നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ബോഡിക്ക് കൊടുത്ത് വേണം വണ്ണം കുറയ്ക്കാൻ. ഈ പറയുന്ന പോലെ ഓയിലി ഫുഡ്, ഷുഗറി ഫുഡ്, അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയ ഫുഡ്, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൽ മാത്രമാണ് നമ്മൾ ഡയറ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കും. അത് മാത്രമല്ല, എല്ലാവർക്കും കൊടുക്കുന്ന ഡയറ്റും ഒരേ ഡയറ്റ് ആയിരിക്കത്തില്ല. പലരുടെയും ബോഡി കണ്ടീഷൻ അനുസരിച്ചുള്ള, വെയിറ്റിനനുസരിച്ചും ഹൈറ്റിനനുസരിച്ചുള്ള ഡയറ്റാണ് കൊടുക്കുന്നത്. ഒരാൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റാണ് കൊടുക്കുന്നത്. അയാളെ ബോഡിക്ക് എന്ത് തരത്തിലുള്ള ഗോളാണ്, അയാൾക്ക് വെയിറ്റ് ഗെയിൻ ആണോ വെയിറ്റ് ലോസ് ആണോ, എന്താണ് ആവശ്യം, അതനുസരിച്ചുള്ള ഡയറ്റാണ് കൊടുക്കുന്നത്. ഏജ്, സെക്സ്, ഹൈറ്റ്, വെയിറ്റ്, ആക്ടിവിറ്റി ലെവല്, അവരുടെ ഗോൾസ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഒരാൾക്ക് ഡയറ്റ് കൊടുക്കുന്നത്. അല്ലാതെ ഈ ചാനലുകളിലെല്ലാം കാണുന്ന ഡയറ്റ് എല്ലാവർക്കും സൂട്ടബിൾ ആവത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവരുടെ ബോഡിക്ക് എത്ര കലോറി കൊടുക്കണം, എത്ര ഫാറ്റ് കൊടുക്കണം, എത്ര പ്രോട്ടീൻ കൊടുക്കണം, എത്ര കാർബോഹൈഡ്രേറ്റ് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമ്മൾ ഡയറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ അവിടെ ഇവിടെയും കാണുന്ന ഡയറ്റ് ഫോളോ ചെയ്യാൻ നിൽക്കല്. അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത്. പട്ടിണി കിടന്നിട്ടുള്ള ഡയറ്റ് അൺഹെൽത്തിയാണ്, ബോഡിക്ക് ഹെൽത്തി അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവില്ലായ്മയാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണമാക്കിയത്. അപ്പോൾ ഇതൊക്കെ അറിയാത്ത നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.